ഇത് JBMന്റെ ഒരു ബസ്സാണ് കേട്ടോ. ഇവർക്ക് എല്ലാ എക്സ്പോയിലും ഇങ്ങനത്തെ ഒരു വണ്ടി ഇറക്കും, അത് പതിവാണ്. സൈഡ് പ്രൊഫൈലൊക്കെ എങ്ങനെയാണ് അതിനെ കാണുന്നത്. സ്റ്റാഫ് ബസ്സായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണെന്നാണ് ഇതിൽ സൈഡിൽ കൊടുത്തേക്കണത്. JBM അവരുടെ ഒരു ലോഗൊക്കെ വീൽ ക്യാപ്പിന് കൂടെ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നല്ല വണ്ടിയാണ്. പക്ഷേ നൈറ്റ് സർവീസിനും പറ്റിയ വണ്ടികളല്ലല്ലോ. ഇത് ഇറക്കിയിരുന്നു കൊണ്ട് തോന്നുന്നു നൈറ്റ് സർവീസിനെ പറ്റിയ വണ്ടികൾ ആദ്യം. ഇതാണ് എൻ്റെ ഫ്രണ്ട് കാഴ്ചകൾ. JBM ഹെഡ് ലാമ്പ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. രണ്ടെണ്ണം ഇങ്ങനത്തെ ഷേപ്പിലാണ് കൊടുത്തേക്കണത്. ഷീറ്റയുടെ ഒരു ഫേസ് പോലെ. പിന്നെ ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ JBM എന്നുള്ള ലോഗവും കാര്യങ്ങളൊക്കെ കാണാം. ഇതൊരു മോശമല്ല വണ്ടി, അടിപൊളി സെറ്റപ്പാണ് അല്ലേ JBM. നമുക്കിനി ഇപ്പുറത്തേക്ക് നോക്കാം. പിന്നെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മളൊക്കെ എടുക്കാൻ പോയി കുറേ നേരം എടുക്കുക, അതാണ് പ്രശ്നം. ഇങ്ങനെയാണ് എൻ്റെ സൈഡ് പ്രൊഫൈല്. 0 എമിഷൻ. ഇതും ഇലക്ട്രിക് ബസ് തന്നെയാണ് കേട്ടോ. പക്ഷേ നൈറ്റ് ഷിഫ്റ്റ് അല്ല. വീൽ ക്യാപ്പൊക്കെ നോക്കി. ഇത് സീറ്റർ വണ്ടിയാണ്. ഇങ്ങനത്തെ ഒരു ഇതാണ് ഈ വരുന്നത്. സ്റ്റാഫ് ബസ് കൊണ്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കൊന്ന് നോക്കാം. ബാക്കിൽ വരികയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ഒരു ഫീല്. ഇലക്ട്രിക് ബസ്സാണ്. അതാണ് ഇവിടെ ലോഗോ കണ്ടില്ലേ അവരുടെ E9 എന്ന് പറഞ്ഞിട്ട് ലോഗോ കൊടുത്തിട്ടുണ്ട്. JB എന്ന് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. എക്കോ ലൈഫിന് കൊണ്ട് എഴുതിയിട്ടുണ്ട് അവിടെ. പിന്നെ ബാക്ക് ടൈൽ ലാമ്പ്സ് ഒക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഓവറോൾ കുഴപ്പമില്ല. ഇത് ബാക്ക് എഞ്ചിൻ വണ്ടിയാണ് കണ്ടില്ലേ. ബാക്കിലാണ് എഞ്ചിനും കാര്യങ്ങളൊക്കെ വരണേ. ഇലക്ട്രിക് വണ്ടിയാണ്. ഓവറോൾ ഇതാണ് അതിൻ്റെ ഫീലും കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ പറഞ്ഞുതരാം, ഓരോ കാര്യങ്ങളൊക്കെ കാട്ടിത്തരാം. എന്താ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫീല് വരണേ കേട്ടോ. നമ്മൾ ഉള്ളിൽ കയറണില്ല, അത് സമയം പോകുള്ളൂ. വേറൊരു സ്റ്റോറിലേക്ക് കയറി. ഇവിടെ അശോക് ലേലൻ്റെ ചേസ് കിടക്കുന്നുണ്ട്. ഇതാണ് അശോക് ലേലൻ്റെ ചേസ്. നല്ല സെറ്റപ്പ് വണ്ടിയാണല്ലോ അശോക് ലേലൻ്റെ. 13.5 മീറ്റർ ആണ് കേട്ടോ. അത് 13.5 മീറ്റർ ലെങ്ത് ഉള്ള അശോക് ലേലൻ്റെ ചേസ്. ഇത് മൾട്ടി ആക്സിൽ വണ്ടി ആണോ? അല്ല മൾട്ടി ആക്സിൽ അല്ല, അത് ബൈ ആക്സിൽ വണ്ടിയാണ്. ഞാൻ ഇത് കണ്ടപ്പോൾ ഇത് സ്റ്റിയറിംഗ്, ഇത് സ്റ്റെപ്പിനി ടയറാണ്. ഇത് എയർ ബലൂസ് ഉണ്ടല്ലേ, എയർ ബലൂണാണ് കാണുന്നത്. അതിൻ്റെ ലെങ്ത് നോക്കി 13.7 മീറ്റർ ലെങ്ത് വണ്ടിയാണ്. ബൈ ആക്സിൽ ലൈലൻ്റെ. എന്തായാലും ഇത് അടിപൊളിയായി അല്ലേ. 13.7. ഇത് വേറെ ആൾക്കാർ എടുക്കാൻ വഴിയുണ്ട് കേട്ടോ ഈ വണ്ടി. 13.7 മീറ്റർ ലെങ്ത്. ഇതാണ് നമ്മുടെ ഡീസൽ ടാങ്ക്. പിന്നെ ഇത് ആഡ്ബു ഫില്ല് ചെയ്യുന്ന സ്ഥലമാണ്. ആഡ്ബു. പിന്നെ ഈറ്റ്സ് ഒക്കെ ഫ്രണ്ടിലാണോ, ഈറ്റ്സ് ഉണ്ടല്ലേ. ആ യൂണിറ്റും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്പൊക്കെ വരുന്നത്. ജസ്റ്റ് ഓടിച്ചിട്ട് പറയുകയാണ് ചെയ്യണത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇതിൻ്റെ ആ ഒരു ഈ ഒരു സാധനം കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് ഈ വണ്ടിയുണ്ട്. ഫോട്ടൊക്കെ ഉണ്ട്, കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. നന്നായിട്ടുണ്ട് എന്തായാലും വണ്ടി. 13.7 മീറ്റർ ലെങ്ത് ഉള്ള വണ്ടി. സെറ്റപ്പായി അല്ലേ. ലൈലൻഡ് കുറേ മാറ്റം വരുത്തുന്നുണ്ട്. വലിയൊരു കാര്യം തന്നെ. 13.5 മീറ്റർ, 13.7 ഞാൻ പറഞ്ഞത്. 13.5 മീറ്റർ ലെങ്ത് ആട്ടോ വണ്ടി. അശോക് ലൈലൻഡ്. എന്തായാലും ഒക്കെയാണ് അതിൻ്റെ ഫ്രണ്ടിലത്തെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ. ലൈലൻഡിൽ തന്നെ വേറൊരു ബസ് ഇവിടെ കിടക്കുന്നുണ്ട്. ഇൻബിൽറ്റ് ആയിട്ടുള്ള അവരുടെ ബോഡിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബസ് കിടക്കുന്നുണ്ട്. ലൈലൻഡ് നേരിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ ഒരു സൈഡ് കെർവി ആയിട്ടുള്ളൊരു ഡിസൈനോട് കൂടിയിട്ടുള്ള ഹെഡ് ലാമ്പ്സ് കാര്യങ്ങൾ കാണാം. പിന്നെ ഈ ഓണറ്റ് കൂടൊക്കെ ഉണ്ടല്ലേ, എങ്ങനെയാണ് അതിൻ്റെ ഡിസൈനൊക്കെ വരുന്നത്. പിന്നെ മോശമല്ല വണ്ടി, കാണാനൊക്കെ നല്ല ഒരു സെറ്റപ്പ് വണ്ടിയാണ് കേട്ടോ. ചേസ് അവിടെ കിടക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് നല്ല ലൈലൻഡിൻ്റെ ഒരു വണ്ടി. പിന്നെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇത് ചെറിയൊരു വണ്ടിയാണ് കേട്ടോ, അധികം വലിപ്പമില്ല. സൈഡിൽ നിന്ന് ഇവിടെ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ കാണണേ. പിന്നെ എൻ്റെ ആഡ്ബു ഒഴിക്കുന്ന ഫിൽ ചെയ്യുന്ന സ്ഥലമായി കാണുന്നത്. ഇത് വൈറ്റ് തീമിലാണ് ഈ വണ്ടി വന്നിട്ടുള്ളത്. സൈഡിൽ നിന്ന് കാട്ടിത്തരാം. ഇങ്ങനെയാണ് സൈഡ് പ്രൊഫൈലത്തെ കാഴ്ചകൾ കേട്ടോ. ഓവറോള് കുഴപ്പമില്ല അല്ലേ വണ്ടി.
ഒരു എമർജൻസി എക്സിറ്റും കാര്യങ്ങളൊക്കെ കാണുന്നത്. അശോക് ലൈനിൽ നമുക്ക് ബാക്കിൽ കാണാം. പിന്നെ ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ ഡേ ലാംപ്സും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. റോഡ് മോശമില്ല അല്ലേ, അല്ല ഒരു ക്യൂട്ടായിട്ടുള്ളൊരു വണ്ടിയാണ്. സ്ക്വയർ വീൽ ചെയ്യുന്നില്ല, അവിടെ സ്ക്വയർ വീൽ വെക്കുന്നുണ്ടാവും. അപ്പോൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത്രയ്ക്കുള്ളൂ ഈ വണ്ടിയുടെ കാഴ്ച. എനിക്ക് അപ്പുറത്തെ പാതിക്ക് പോവാം. ഇവിടെ കാറുകളുടെ സെക്ഷനൊക്കെ കേട്ടോ. സ്കോർപ്പിയോൻ്റെ പുതിയ ലോഞ്ച് ചെയ്ത കാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പുതിയ മോഡൽ സ്കോർപ്പിയോ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കാറിലധികം കോൺസെൻട്രേറ്റ് ചെയ്യാതെ കാരണം വേഗം ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോകാമെന്ന് മാത്രം. ഇതും കാറുകളുടെ സെക്ഷനാണ്. ഇതിൽ മഹീന്ദ്രയുടെ XUV 700 PSX വണ്ടി, 2 വണ്ടി ഇവർ ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. കൂടുതലായിട്ട് ഞാനെടുത്ത് കാണിക്കണില്ല, ഞാൻ ബസ്സിൻ്റെ ആണല്ലോ കൂടുതൽ നമ്മൾ നോക്കണമെന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്പുറത്തേക്ക് കിടക്കാം. ഇവിടെ വണ്ടിക്ക് സംബന്ധമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നമുക്ക് വാങ്ങാനൊക്കെ പറ്റും. ഇവിടെ എൻ്റെ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ സീറ്റുകൾ കണ്ട, ബസ്സിന് വേണ്ട സീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ബൈക്കിനും സ്കൂട്ടറിനും ഒക്കെ വേണ്ട എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. നല്ലൊരു എക്സ്പോ ആണ്, അതായിരിക്കും സെറ്റപ്പ് എക്സ്പോ ആണ്. നല്ല VIP വരുന്ന എക്സ്പോ ആണ്. അത് നമുക്ക് അവിടെ കിടക്കാൻ പറ്റും. പിന്നെ കുറേ ഉണ്ട്, അങ്ങനെ പോവുകയാണെങ്കിൽ അതുപോലെ തീരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ എല്ലാം അങ്ങനെ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല വീഡിയോ ലെങ്ത് ആവും. ഇവിടെ AC പാർട്സും കാര്യങ്ങളൊക്കെ വിൽക്കണതാണ്. വണ്ടിക്ക് ആവശ്യമായിട്ടുള്ള AC ഫ്ലോറും കാര്യങ്ങളൊക്കെ വിൽക്കണ ഒരു ഷോപ്പാണത്. എന്തൊക്കെ ഉണ്ടല്ലോ പരിപാടി. അതായത് വണ്ടിക്ക് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടാവും. ഇത് നോക്കിയേ, JCB, കാറ്, കുഞ്ഞു വണ്ടികളൊക്കെ വെച്ചിട്ടുണ്ട്. എക്സ്പോ മൊത്തം എടുത്ത് കാണിക്കണമെങ്കിലേ 2 മണിക്കൂർ വേണ്ടി വരും. ജസ്റ്റ് ഓടിച്ച് കാട്ടാനേ പറ്റുള്ളൂ. ഇത് ടാറ്റയുടെ അൾട്ര എന്നുള്ള ഒരു ലോറിയാണ് കേട്ടോ. മറ്റേ ഈ നമ്മൾ ഡീസലിൻ്റെ വണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്യൂവലൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ വണ്ടിയാണ്. നമ്മൾ ഫ്യൂവലൊക്കെ ആവശ്യക്കാർക്ക് കോറിയിൽ ഇതിലൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് വെക്കില്ലേ, അപ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് വണ്ടിയാണ്. ചെറിയൊരു ടൈപ്പ് വണ്ടി. നല്ല സെറ്റപ്പ് ആയിട്ടല്ലേ വണ്ടി. നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് പോകാം. നമ്മളെല്ലാം അങ്ങനെ എടുത്ത് നോക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഇവിടെയൊക്കെ അതുപോലെ സ്ഥലങ്ങൾ, വണ്ടിക്ക് സംബന്ധമായിട്ടുള്ള സാധനങ്ങൾ വിൽക്കണ, അതായത് എല്ലാ ആൾക്കാരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ എക്സ്പോയിൽ. ഇത് കണ്ടില്ലേ, നമ്മുടെ വണ്ടിക്ക് വലിയ ബസ്സിൻ്റെ ഒക്കെ സംഭവങ്ങൾ, അതായത് മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ വിൽക്കണൊരു സെറ്റപ്പ്. അത് മാത്രം ചെയ്യണ ആൾക്കാരാണ്. അവരുടെ ഒരു ഇതുപോലെ കണ്ടമാനം കുറേ പേരുണ്ട്. സീറ്റിൻ്റെ നേരത്തെ പറഞ്ഞില്ലേ, സീറ്റ് മാത്രം സെറ്റാക്കണം. ഇത് ടാറ്റയുടെ മാർക്കോപോളോ എന്ന് പറഞ്ഞ മോഡലാണ് കേട്ടോ. നേരത്തെ ഇതുപോലത്തെ ഒരു വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കോപോളോ. മാർക്കോപോളോ കുഴപ്പമില്ല, നല്ല ഒരു സെറ്റ് വണ്ടിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണല്ലോ ഈ വണ്ടിയെ കുറിച്ചിട്ടല്ലേ. പച്ച CNG ആണ് കേട്ടോ ഈ വണ്ടി. ഇത് പ്രത്യേകത പറഞ്ഞില്ല, ഇത് CNG ബസ്സാണ്. അത്രയാണ്. മറ്റേതൊക്കെ ബാക്കിയൊക്കെ ഒരുപോലെ CNG ആണെന്ന് മാത്രം. ഇത് മാർക്കോപോളോ തന്നെയാണ് ടാറ്റയുടെ. നമ്മൾ നേരത്തെ കാട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഇങ്ങനത്തെ ഒരു വണ്ടി. ഇത് ലക്ഷറി കോച്ചാണ് മാർക്കോപോളോ. നല്ല സെറ്റപ്പ് വണ്ടിയാണ്. ആ ഒരു ഓറഞ്ച് വൈറ്റ് തീമിലാണ് ഇത് ചെയ്തേക്കണേ. അവിടെ പോയൊന്നും കേൾക്കില്ല. സമാധാനം പ്രത്യേകം തീർന്നു. പുറകിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സെറ്റപ്പ് വരുന്നത്. മാർക്കോപോളോ വണ്ടിയുടെ അതിൻ്റെ ഉള്ളിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം നമുക്ക്. ഒന്ന് കയറി നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ മാനുവൽ ഷിഫ്റ്റ് ആണ് വണ്ടി. ക്ലസ്റ്ററും കാര്യങ്ങളും അതുപോലെ അതിൻ്റെ സ്റ്റീറിംഗ് വീലും കാര്യങ്ങളൊക്കെ ഇതാ കാണുന്നു. ഇത്രയ്ക്ക് തന്നെ കൂടുതലൊന്നും പറയാനില്ല.
ഇന്റീരിയർ എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഇവിടെ നിന്ന് അറ്റം വരെ പോകണില്ല ഞാൻ. ഇങ്ങനെയാണ് എൻ്റെ ഇന്റീരിയറൊക്കെ വരണേ കേട്ടോ. ഇത് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് വെച്ചേക്കണവര് തന്നെ. ഒരു ബെർത്ത് ഇവിടെ ഉണ്ട്, അടിയിലും ഒരു ബെർത്ത്, ഇവിടെ 2 ബെർത്ത്, മുകളിലും 2 ബെർത്ത്. പിന്നെ നേരത്തെ പറഞ്ഞ അതേ സെയിം വണ്ടി തന്നെ കേട്ടോ, വേറെ പ്രത്യേകമൊന്നും ഇല്ല ഈ വണ്ടിക്കും. കാർപ്പറ്റും കാര്യങ്ങളൊക്കെ അടിയിലിട്ടുണ്ട്. അപ്പോൾ സമയം കളയണ്ട, അത്ര തന്നെ. കൂടുതലൊന്നും പറയാൻ ഇല്ല വണ്ടിയിൽ. അപ്പോൾ പിന്നെ നമുക്ക് സമയം കളയണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ഇറങ്ങാം. ഇതിൻ്റെ അപ്പുറത്ത് വണ്ടിയുണ്ട്. ഇത് ടാറ്റയുടെ വിങ്ങറില്ലേ, വിങ്ങർ മോഡലാണിത്. ചെറു വണ്ടികൾ ഇതിൽ ഉൾക്കൊള്ളിച്ച കാരണം ഒരുപാട് ചെറിയ വണ്ടിയുടെ ആൾക്കാരും ഇതിൽ വരും. അതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് ക്യാബുകളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ, ബൾക്കായിട്ട് എടുക്കുന്നവരൊക്കെ ഇവിടെ വന്നിട്ട് അപ്രോച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് കാരവാൻ ടൈപ്പാണ് വണ്ടി. കാരവനില്ലേ, അഡ്വഞ്ചർ ടൂറിസം എന്നൊക്കെ കൊണ്ട് ചെയ്യണ കാരവാൻ ടൈപ്പ്, അതാണ് ഇത്. മാർക്കോപോളോ തന്നെയാണ് വണ്ടി, ടാറ്റയുടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. വീഴാൻ പോയി അവിടെ ഞാൻ. ഇതാണ് സൈഡിൽ നിന്ന് പ്രൊഫൈലിൻ്റെ കാഴ്ചകൾ. കുഴപ്പമില്ല, ഇത് കാരവൻ വണ്ടിയാണ്. ഇവിടെ നമുക്ക് എവിടെയൊക്കെ ക്യാമ്പ് ചെയ്യാനൊക്കെ പറ്റും. നല്ല സെറ്റപ്പാണ്. ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. ആ കാരവാൻ്റെ ഉള്ളിലൊന്ന് കയറി. ഭാരത് ബെൻസിന് ഇതുപോലെ കാരവാൻ ഉണ്ട്, അതുപോലെയൊക്കെ ഒരു സെറ്റപ്പാണ്. പക്ഷെ അത്ര കണ്ട് ക്വാളിറ്റി ഇല്ല. ഇത് ടാറ്റയുടെ വണ്ടിയായി കാരണം തോന്നുന്നു. ഇവിടെ വരുമ്പോൾ 2 സൈഡിലായിട്ട് ഷെൽഫും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അടിയിൽ TV കൊടുത്തിട്ടുണ്ട്. അടിയിലും ഒരു റാക്കുണ്ട്, ഷൂ റാക്ക് സംഭവങ്ങളൊക്കെ. എന്നാലും സെറ്റപ്പാണ്. ഇതിന് വണ്ടി ഉള്ളൊക്കെ തിരക്കാതെ. ഫാൻ കൊടുത്തിട്ടുണ്ട്. 2 സിറ്റിംഗ് ഏരിയ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഓവറോൾ കുഴപ്പമില്ല. ഇവിടെ കിച്ചൻ്റെ ഏരിയ ആണ്. കിച്ചൺ ഭാഗം ഇവിടെയാണ് വരുന്നത്. കിച്ചൺ പോർഷൻ അവിടെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെന്താ, ഇത് ടോയ്ലറ്റാണ്. ടോയ്ലറ്റിലേക്ക് പിന്നെ വരാം. ഇതൊരു റൂമാണ്. ഇങ്ങനെയാണ് എൻ്റെ സെറ്റപ്പ് വരുന്നത് കേട്ടോ. ഇവിടെ ഇരിക്കാനൊക്കെ പറ്റും. സെറ്റിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ടോയ്ലറ്റ് ഇങ്ങനെയാണ് വരുന്നത്. നല്ല കുഴപ്പമില്ലല്ലേ വണ്ടി. ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് നമുക്ക് വീണ്ടും പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ അതിന്ന് ഇറങ്ങി നമ്മൾ ഇത് മാർക്കോപോളോ നേരത്തെ പറഞ്ഞില്ലേ, സ്റ്റാർ ബസ്സാണ്, അൾട്ര. ഇത് ഇലക്ട്രിക് ബസ്സാണ് കേട്ടോ, ഇലക്ട്രിക്കാണ് വണ്ടി. ഈ സൈഡിൽ നോക്കി ഇവിടെ 2 ഭാഗത്തായിട്ട് അതിന് ഒരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതെന്തിനാവും, അത് ലീക്ക് വരാൻ സാധ്യത കൂടുതലാണ്. എന്താ സംഭവം മനസ്സിലാവണല്ലേ. നമ്മൾ ഉള്ളിൽ കയറുന്നില്ല വണ്ടിയുടെ. സീറ്റർ വണ്ടിയാണ്, ഇലക്ട്രിക് വണ്ടിയാണ്. ഫ്രണ്ട് ഒന്ന് കാട്ടിത്തരാൻ വേണ്ടി. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ വരണത് കേട്ടോ. ഇവിടെ അതിൻ്റെ ഹെഡ് ലാമ്പ്സൊക്കെ ഇങ്ങനെയാണ് വരണത്. മാർക്കോപോളോ, പിന്നെ ടാറ്റ അൾട്ര ഇലക്ട്രിക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓവറോൾ കുഴപ്പമില്ലല്ലേ വണ്ടി. ഇത്രയൊക്കെയാണ് നമ്മുടെ ഹൈദരാബാദ് ഓട്ടോ എക്സ്പോലത്തെ ചെറിയ രീതിയിലുള്ള കാഴ്ചകളൊക്കെ ഒരുപാടുണ്ട് ഇതിൽ കാണിക്കുകയാണെങ്കിൽ. നമുക്കതൊന്നും മുഴുവനൊന്നും നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല, എന്തായാലും ക്ഷമിക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടൊന്ന് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ അപ്പോൾ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം കേട്ടോ. തെറ്റുകുറ്റങ്ങൾ കുറേ സംഭവിച്ചിട്ടുണ്ടാവും, ഒക്കെ ക്ഷമിക്കുക. അപ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞാൽ പ്രതീതി അത്ര തിരക്കായതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നേരം മറ്റൊരു വീഡിയോയിൽ വരാം കേട്ടോ. അതായിരിക്കും തൽക്കാലം ബൈ, നമസ്കാരം.